നമുക്ക് മിക്കപ്പോഴും കിട്ടുന്ന ഒരു കോളാണ്. എൻ്റെ കുട്ടിക്ക് പലപ്പോഴായി തലവേദനകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് സാധാരണ നമ്മൾ ടാബ്ലറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് കുറയുന്നു. പക്ഷേ റിക്കറൻ്റായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന തലവേദന അത് നമുക്കൊരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ സാർ? തീർച്ചയായിട്ടും. തലവേദന വളരെ കോമൺ ആയിട്ടുള്ള ചെറിയൊരു തലവേദന, പിന്നെ ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ എന്ന് പറയുന്ന രീതിയിലുള്ള തലവേദന, കണ്ണിൻ്റെ പവറിലുള്ള വ്യത്യാസം, താടിയെല്ലിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം, പല കാരണങ്ങൾ കൊണ്ടും സൈനോസൈറ്റിസ് കൊണ്ടും തലവേദന വരാറുണ്ട്. പക്ഷേ ഇത്രയും നാളും ഇല്ലാത്ത രീതിയിലുള്ള അസഹനീയമായിട്ടുള്ള തലവേദന, തലയുടെ ബാക്കിലുള്ള, നമ്മൾ ഓക്സിപിറ്റൽ ഏരിയ എന്ന് വെച്ചാൽ ബാക്കിലുള്ള തലവേദന, രാത്രിക്ക് തലവേദനയോടുകൂടി എണീക്കുക, അതിൻ്റെ കൂടെ ഛർദിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണണം. തലയുടെ സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ട്യൂമർ വരെ ആവാനായിട്ടുള്ള സാധ്യതകളാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് കുട്ടികളെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം എന്നുള്ളത്? ഈ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്നാൽ എന്തെന്നുള്ളൊരു കോമൺ ക്വസ്റ്റ്യനാണ്. തലച്ചോറിന് സംബന്ധമായിട്ടോ, നാഡീനെ സംബന്ധമായിട്ടോ, ഞരമ്പിനെ സംബന്ധമായിട്ടോ, അല്ലെങ്കിൽ മസിൽസിനെ സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ ഏത് പ്രശ്നത്തിനും പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ സന്ദർശിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നടക്കാനായിട്ട് ബുദ്ധിമുട്ട്, എണീറ്റ് കാര്യങ്ങൾ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല, തലവേദന, പെട്ടെന്ന് സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, അപസ്മാരങ്ങൾ എന്നിവ മസിലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്നിവയ്ക്ക് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ സന്ദർശിക്കാവുന്നതാണ്.